ഇപ്പൊ ഈ ഒരു ഇഷ്യൂന് ശേഷം ഒരുപാട് ഇപ്പൊ അലിൻ ജോസ് കരയുന്ന വീഡിയോ ഇറങ്ങിയായിരുന്നു. കരയുന്ന എന്തായാലും ഒരു അഭിനയമല്ലല്ലോ. എനിക്ക് ഞാൻ വെറുതെ വീട്ടിലിരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ചവറ് പോലെ എന്നെ പറ്റിയുള്ള വാർത്തകൾ മാത്രം, അതും കർമ്മ ന്യൂസിലൊക്കെ വരെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പോലും തലകർച്ചവന്റെ സക്സസ് അവർ അങ്ങനെയൊന്നും ഇട്ടില്ല. ഇതിനെപ്പറ്റിയുള്ള വാർത്ത കിട്ടിയപ്പോൾ തന്നെ അവർ എന്നെപ്പറ്റി ഒരു മോശം രീതിയിലാക്കിയിട്ടു വാർത്ത പല ന്യൂസിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്രത്തോളം കേസെടുക്കും, കേസ് മുൻപോട്ട് കടിപ്പിക്കും അറിയാൻ പാടില്ല. മനസ്സിലായോ? മനോരമ വന്നിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ മുറുകിയിട്ടില്ല. മെയിൻ സ്ട്രീം മനോരമ, ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ ഏറ്റെടുത്താലും പിന്നെ WCC ഒക്കെ എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് അലിൻ ജോസിനെതിരെ പ്രതികരിക്കും, ഇവളെ കൊണ്ടുവരും, നിയമമാരെ പ്രസ് മീറ്റ് നടത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളും പ്രസ് മീറ്റ് നടത്തും ഏഷ്യാനെറ്റ് അതില്, അല്ലെങ്കിൽ മാധ്യമ മോഡിയുള്ള ഓൺലൈൻ വഴിയൊക്കെ ആണെങ്കിൽ ഞാൻ പ്രസ് മീറ്റ് കൊടുക്കും വിളിച്ചിട്ട് മൊത്തത്തിൽ. ഇപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പൊ നിങ്ങളുടെ ആണെങ്കിലും ഒരുപാട് റീൽസുകൾ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ഡാൻസ് റീൽസും ശരിക്കും ഡാൻസ് റീൽസ് എന്നാണല്ലോ നിങ്ങളും വൈറലായത്, ആ ഒരു കപ്പിൾ എന്നുള്ള രീതിയില്. കപ്പിൾ അത് ആക്ടിംഗ് അല്ലേ? റിയൽ ലൈഫ് മനസ്സിലായോ? പക്ഷെ റിയൽ ലൈഫിലേക്ക് കളിക്കാൻ നോക്കി, മനസ്സിലായോ? അവളെന്നെ കല്യാണം കഴിക്കണം, ഗർഭിണിയാക്കണം എന്നൊക്കെ ഒരു പെണ്ണ് പറയുമോ മുഖത്ത് നോക്കിയിട്ട്? പിന്നെ ഫോൺ ചെയ്തും പലപ്പോഴും ശല്യപ്പെടുത്തിയ കൊണ്ട് ഇവളെ കോള് അവസാനം ആ ഡാൻസ് ചെയ്തപ്പോ ശല്യം തീർന്നു, മനസ്സിലായോ? പിന്നെ മേലെ അവള് വിളിക്കാറില്ല. അപ്പൊ ഇപ്പൊ വീഡിയോസിലൊക്കെ പറയുന്നത് വെറുതെ പറയുവാന്നാണോ? വെറുതെ എന്ന് പറഞ്ഞാ പലയിടത്തും വെച്ച് അപ്പ പിടിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ സൗഭാഗ്യങ്ങളും ഇതൊക്കെ വരുമ്പോൾ നമ്മൾ വൈറലാവുകയാണല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അവൾ പറഞ്ഞിട്ടുണ്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീടില്ല, വീട് എങ്ങനെയെങ്കിലും വാങ്ങണം എന്ന് വെച്ചാൽ വീട് ആരെങ്കിലുമൊക്കെ പണിത് തരുവാണെങ്കിൽ സന്തോഷം. അപ്പോൾ അതിന് വേണ്ടി എനിക്കൊരു ഇൻ്റർവ്യൂ കൊടുക്കണം എന്നൊക്കെ അവൾ പറഞ്ഞത്. അത് നല്ല കാര്യമാണ്, അത് ആരെങ്കിലും ചെയ്ത് കൊടുക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വീട് ആരെങ്കിലും ചെയ്ത് കൊടുത്താൽ നല്ലൊരു കാര്യം. കാരണം ഫാമിലിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്താണ് അവൾ ആലുവയിൽ നിൽക്കണമെന്നാണ് പറഞ്ഞത്. വ്യക്തിപരമായിട്ട് എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു വീടൊക്കെ വെച്ച് കൊടുക്കുക നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ചില സമയത്ത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല, ഇവൻ എന്തൊക്കെയോ കയറി പറയാം, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ കിട്ടില്ല കേട്ടോ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പിന്നെ വൈറലാവാൻ വേണ്ടി കാണിച്ചാണെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇതൊക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിച്ചു പോയി. അപ്പോൾ നമ്മളെ അടുത്താ പറയണമെങ്കിൽ നമുക്ക് പേടി ഉണ്ടാവില്ല, നമ്മുടെ അടുത്താ പറയണമെങ്കിലോ നമുക്കൊരു പേടി ഉണ്ടാകത്തില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് എന്താ പറയുക, നമ്മൾ ഭയങ്കരമായിട്ട് പ്രതികരിക്കും അല്ലെങ്കിൽ ദേഷ്യപ്പെടും. ഇവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവന് ടെൻഷൻ കയറിയെന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യണം ഇനിയിപ്പോൾ ദൈവമേ, കാരണം എന്ന് വെച്ചാൽ ഇവള് കേസ് കൊടുക്കുക അല്ലെങ്കിൽ ഇവളെ എന്തെങ്കിലും പറയുമോ, ആത്മഹത്യ ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ കയറിയിട്ട് ഭയങ്കര ഇവൻ അങ്ങനെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടുകൊടുക്കുക, ഞങ്ങളുടെ തന്നെ ഒരു കൂട്ടുകാരൻ ഇരുട്ടത്ത് വന്നപ്പോൾ ഇവന് മനസ്സിലായില്ല, അലിൻ ജോസ് അല്ലടാ നിൽക്കടാ അവിടെ എന്നൊക്കെ പറഞ്ഞ് ഇവൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു അന്താളിക്കൽ. അപ്പോൾ അത്രേ ഉള്ളൂ. കാരണം പെട്ടെന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ ഞാനും ബ്രൈറ്റും പറഞ്ഞു, എടാ നമ്മുടെ കൂട്ടുകാരനല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ തമാശ കാണിച്ചില്ല ബായി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ 2 വർത്താനം വേണ്ടി എടുത്ത് പറയും, നീ എന്ത് പരിപാടിയാണ് കാണിക്കണേ എന്ന് പറയും. കാരണം ഇരുട്ടത്താണ് പെട്ടെന്ന് വന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവനൊരു പേടി തോന്നി. അതാണ് പെട്ടെന്ന് പിറ്റേ ദിവസം ഞങ്ങൾ സ്മാർട്ട് പിക്കിൻ്റെ ഇതിൽ പോയപ്പോൾ തന്നെ ഇവൻ പറയുകയാണ് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയുകയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ നിൽക്കുന്നത് ഇത് പറഞ്ഞപ്പോൾ ഒരു മിനിറ്റ് ഞാനും ബ്രൈറ്റും കൂടി പറഞ്ഞത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞത്. പക്ഷെ ഇവൻ പറഞ്ഞത് ഇവൻ്റെ ഭയം കൊണ്ട് പറഞ്ഞാണ്. ഭയം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കണ്ടിട്ട് റിയയുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോഴാണ് ഇത് രൂക്ഷമായിട്ട് വന്നതിലേക്ക്. എന്തായാലും എനിക്ക് തന്നെ പറയാനുള്ളൂ, ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ്. റിയ ആണെങ്കിലും അലിൻ ജോസ് ആണെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഇനിയും വാശി കാണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാനോ നമുക്ക് മനസ്സിൽ സന്തോഷമില്ലല്ലോ, നമ്മൾ പോവോ? അപ്പോൾ എന്നല്ല താഴേക്ക് വരും. ഇത് ഒരുപാട് പേര് കമൻസ് ഇടാനും തെറി വിളിക്കാനും ഒക്കെ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരം ഇല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടു തരുമോ? ഇല്ല. നമ്മൾ ജോലിക്ക് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയായിട്ട് പോകണം. ആ പരിപാടിക്ക് പോകണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാണല്ലോ ഒരു ജോലിക്കും ഒരു പരിപാടിക്ക് വിളിക്കത്തില്ല. കാരണം ഇങ്ങനെ ഇവള് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഒരു പുതിയ വർക്കിന് ഒരാൾ വിളിക്കുമ്പോൾ അന്ന് ആലോചിക്കും, ഇനി കൊച്ചിനെ വിളിക്കണോ, എനിക്ക് തലവേദന ആയാലോ? അപ്പോൾ ഭാവി ആരെയാ പോണത്? അവിടെ തന്നെ പോകും. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവം, വേറെ ആരും വിളിക്കത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് പോട്ടെ, ആ വിഷയം വിട്ടിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോയി കഴിയുമ്പോൾ സിനിമയിൽ ആഗ്രഹമെങ്കിൽ ശരിക്കും പരിശ്രമിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല നടിയായി തീരും. അപ്പോൾ കുറ്റം പറഞ്ഞവരും ഇത് നല്ല കംപ്ലൈൻറ്റ് എന്ത് പറഞ്ഞവരൊക്കെ കൂടെ ഉണ്ടാകുന്നൊരു കാലം വരും, നല്ല കാലം വരും.
അപ്പോൾ റിയോട് എനിക്ക് പറയുന്നത് കേൾക്കുവാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. കുറേയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗങ്ങളുടെ രണ്ട് ഭാഗങ്ങളെ തെറ്റുണ്ടാവും, മനസ്സിലായില്ലേ? ഒരാളുടെ ഭാഗത്തല്ലോ, ഒരാൾ മാത്രം വന്ന് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, രണ്ട് പേരുടെ ഭാഗത്ത് തെറ്റുണ്ടാവും. അപ്പോൾ ആ തെറ്റ് എന്താ പറയുക ഞങ്ങളുടെ രണ്ട് ഭാഗത്തും ഉണ്ടായല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ അത് പോട്ടെ, ഇനിയിപ്പോൾ മുന്നോട്ട് നല്ല രീതിയിൽ പോയാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ സ്മാർട്ട് മിക്സ് മീഡിയയിൽ പോയപ്പോഴേ നമ്മൾ ഇത് കാര്യം പറയാൻ വേണ്ടി മാത്രം പോയതല്ല. ശരിക്കും പറഞ്ഞാൽ അലിയേട്ടൻ്റെ പെണ്ണിൻ്റെ ഒരു വിജയം സോഷ്യൽ മീഡിയയിൽ ഒരു വരവേൽപ്പ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ പോയപ്പോഴായിരുന്നു ഇങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾക്കിടയിൽ അവൾ പറയുകയുണ്ടായി. ബ്രൈറ്റിനെ മാറ്റണം, ഇത് നടക്കത്തില്ല, ഞാനില്ലാണ്ട് നീ വേറെ ഒരു മോഡൽസിനൊപ്പം അഭിനയിച്ച ഷോർട്ട് ഫിലിം നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു കുറ്റബോധവും തോന്നി, എനിക്ക് ദേഷ്യം തോന്നി. അപ്പോൾ എനിക്കത് പ്രതികരിച്ചേ പറ്റും. അതിനോട് പെണ്ണിനെതിരെ പറഞ്ഞെന്ന് പറഞ്ഞ് എന്തെങ്കിലും അവൾക്ക് തോന്നിയെങ്കിൽ മാപ്പ് പറയുന്നു. മനസ്സിലായി? അവൾക്ക് പല രീതിയിൽ നമ്മളെ പറ്റി തേജോദയം ചെയ്യുന്നുണ്ട്, പല രീതിയിൽ പലയിടത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നൊക്കെ പറയണത് തെറ്റാണ്. കറക്റ്റായിട്ട് ഞാൻ സേഫായിട്ട് സ്കൂട്ടറിന് കൊണ്ട് ആക്കി കൊടുത്തായിരുന്നു. അപ്പോൾ പോലും നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് വേണ്ടാത്തൊരു പാട്ടിൽ ടച്ച് ചെയ്യുക, കെട്ടിപ്പിടിച്ച് മുറുക്കിയിരിക്കുക, അത് തന്നെ ഒരു കുറ്റമല്ലേ? ഇപ്പോൾ ചേച്ചിയാണെങ്കിലും ബോയ് ഫ്രണ്ട് ഉണ്ടാവും, ചേച്ചിയുടെ പെർമിഷൻ ഇല്ലാണ്ട് തൊടാറില്ലല്ലോ ഒരാൾ, മനസ്സിലായോ? ഉണ്ടോ? അതിന് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല. നിങ്ങളുടെ കാര്യം പറയാ. അപ്പോ എന്നെ അത് മുറുക്കി പിടിച്ചത് കെട്ടിപ്പിടിച്ചിരുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ചില സമയത്തൊക്കെ മര്യാദക്ക് ഇങ്ങനെ ഒരു കമ്പി പോലത്തെ സംഭവമാണ് സ്കൂട്ടറിൽ, അത് പിടിച്ചിരുന്നാൽ പോരെ, ഇത് മുറുക്കി പിടിക്കുക, കുട്ട നമുക്ക് നമ്മുടെ ഹണിമൂണ് നമുക്ക് കൊടൈക്കനാൽ ഊട്ടി പോകാം, നമുക്കൊക്കെ ഒളിച്ചോടാം, വീട്ടുകാർക്ക് ഇഷ്ടംപോലെ ഒളിച്ചോടാം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ പറയുകയുണ്ടായത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മീഡിയയിൽ പറയുകയും ചെയ്തത്. കാരണം നമ്മൾ മീഡിയ വഴിയാണല്ലോ എല്ലാ റീൽസും ചെയ്തത്, മനസ്സിലായി? ആദ്യം മുതൽ ചെയ്തത്. അപ്പോൾ ലോകം മുതൽ ഇതിൽ വഴി അറിയിച്ചപ്പോൾ നമ്മൾക്കെതിരെ വീഡിയോ ചെയ്യുകയും ഇപ്പോൾ അത് പ്രതിസന്ധിയിലായിരിക്കുകയാണ്.